വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സാലൻ ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്കൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ബേസിക് സയൻസിൽ ഫുഡ് ഫോർ ഹെൽത്ത് ആയിരുന്നു അല്ലേ. ആഹാരം ആരോഗ്യത്തിന് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് പോഷക ഘടകങ്ങളെയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, നമുക്ക് പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വിറ്റാമിനുകൾ ഉണ്ട്, ധാതുക്കളുണ്ട്, ഇനി ന്യൂട്രിയൻസ് അല്ലാത്ത വാട്ടറിൻ്റെയും ഫൈബറിൻ്റെയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു പ്രോപ്പർ ഡയറ്റ് എന്താന്നൊക്കെ ഈ ചാപ്റ്റർ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഈ ചാപ്റ്റർ നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിറ്റാമിനുകളെ പറ്റി പറയാൻ പോവാണ്. അപ്പൊ വിറ്റാമിനുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന പഴവർഗ്ഗങ്ങളായിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് ആയിക്കോട്ടെ, നമ്മൾ മുട്ടയും പാലൊക്കെ കഴിക്കാറുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ആളാണ് വിറ്റാമിൻ എന്ന് പറയുന്നത്. കുറഞ്ഞ അളവിൽ മതി, നമുക്ക് കുറഞ്ഞ അളവിൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് വേണം അല്ലെ. ഇപ്പൊ ഫാറ്റ് എന്ന് പറയുമ്പോൾ, ഫാറ്റ് കൊഴുപ്പിനെ പറ്റി പറയാറില്ലേ, നമ്മൾ പറയാറുണ്ട് ഏറ്റവും കുറഞ്ഞ അളവ് വേണ്ട ആളാണ് ഫാറ്റ് അല്ലേ, കൊഴുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ വിറ്റാമിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇനി മിസ് പറയാൻ പോകുന്നത്. എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ചോദിക്കാറുള്ളതാണ്, നമ്മൾ പറയും കൊഴുപ്പടങ്ങിയ ഭക്ഷണം അധികം കഴിക്കരുത്, ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, കൊളസ്ട്രോളിലേക്ക് പോകുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് എന്ത് ആവശ്യമാണ്, ഫാറ്റ് ആവശ്യമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കൊഴുപ്പ് കൂടിയാൽ കൊളസ്ട്രോൾ വരുന്നുണ്ടെങ്കിൽ കൊഴുപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ പോരെ? ഒരിക്കലും പറ്റില്ല അല്ലെ. നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ ഫുഡിനകത്ത് ഒരു ഇത്തിരിയെങ്കിലും ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടായിരിക്കണം. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാ ഈ പറയുന്ന വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. കാര്യം ഇത്രയേ ഉള്ളൂ, വിറ്റാമിനുകൾ ഒരുപാട് എണ്ണം ഉണ്ട് അല്ലെ. ABCDEK എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം ഉണ്ട്. ഇതിനകത്തുണ്ടല്ലോ രണ്ട് വിറ്റാമിൻസ്. ഏതാണ് രണ്ട് വിറ്റാമിൻ? വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും. ഈ രണ്ട് വിറ്റാമിൻ മാത്രമാണ് നമ്മൾ വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ളത്. വാട്ടറിൽ സോല്യൂബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ലയിക്കുന്ന ആൾക്കാർ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓർത്ത് വയ്ക്കാൻ എന്താ മിസ് ഇവിടെ WBC എന്ന് പറഞ്ഞുതരാം. WBC എന്ന് ഓർത്താൽ മതി. അപ്പൊ WBCയുടെ പ്രത്യേകത എന്താ? W എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ആവുന്നത് ബിയും സിയും മാത്രമാണ് അല്ലെ. അപ്പൊ WBC എന്ന് പറയുമ്പോൾ വാട്ടറിൽ ഡിസോൾവ് ആവുന്ന ബിയും സിയും മാത്രമേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിന് ബിയും സിയും മാത്രം കിട്ടിയാൽ മതിയോ? പോരാ, ബാക്കി വിറ്റാമിനുകൾ ഉണ്ട്. ബാക്കി വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ഫാറ്റിൽ മാത്രം ലയിക്കുന്ന എയും ഡിയും ഇയും കെയും ഒക്കെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇത്രയും വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വളരെ കുറവ് മതി, വളരെ കുറഞ്ഞ അളവിലെങ്കിലും ആര് വേണം ഇടാ? ഫാറ്റ് വേണം. അത് അധികം ആവാൻ പാടില്ല, ചീത്ത കൊളസ്ട്രോളിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. പക്ഷെ കുറഞ്ഞ അളവിൽ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഈ വിറ്റാമിനുകളും നമ്മുടെ ശരീരത്തിന് കിട്ടാതായി പോകും. അപ്പൊ ഇത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമല്ലേ. കാര്യം എന്താണ്? വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്, ഒരുപാട് ഫങ്ഷൻസ് അവർക്കുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? വിറ്റാമിൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം, വിറ്റാമിൻ എ ആദ്യം തന്നെ തുടങ്ങുന്നത് എയിലാണ് അല്ലെ. അപ്പൊ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താ നമ്മൾ ആലോചിക്കേണ്ടത്? നമ്മുടെ ഐസിനെ പറ്റിയാണ്. അപ്പൊ എ എന്താണ്? നമ്മുടെ ഐസിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. കൂടെ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ ഉണ്ട്. അപ്പൊ ഐസിന്റെ ആയിക്കോട്ടെ, ഹെയറിന്റെ ആയിക്കോട്ടെ, നമ്മുടെ സ്കിന്നിന്റെ ആയിക്കോട്ടെ, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വിറ്റാമിൻ ആണ് നമ്മളുടെ വിറ്റാമിൻ എ എന്ന് പറയുന്ന ആള്. ഇനി വിറ്റാമിൻ ബിയിലേക്ക് പോയാലോ? നമ്മളിപ്പോ മുഖത്ത് ഇതാ കണ്ണിലെത്തിയിട്ടേ ഉള്ളൂ അല്ലെ. അപ്പൊ ബിയിലേക്ക് പോകുമ്പോൾ ഞാൻ എങ്ങോട്ട് പോവാന്നറിയോ? ഞാൻ എന്താ നമ്മുടെ ബ്രെയിനിലേക്കും നെർവ്സിലേക്കും ഹേർട്ടിലേക്കും സ്കിന്നിലേക്കും ഒക്കെ പോവാണ്. ഇതിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വിറ്റാമിൻ ബിക്ക് വലിയ പങ്കുണ്ട്. ഇനി വിറ്റാമിൻ സിയിലേക്ക് പോയാലോ? ഈ വിറ്റാമിൻ ബി നിങ്ങൾ ആലോചിക്കുക, വിറ്റാമിൻ ബി ഒക്കെ കുറയുമ്പോഴാണ് നമ്മുടെ വായ്ക്കകത്ത് വായ്പുണ്ണൊക്കെ വരാറില്ലേടാ. അപ്പൊ ബി കോംപ്ലക്സ് ഗുളികയൊക്കെ പോയിട്ടാണ് നമ്മൾ മേടിക്കുക. അത് കുറഞ്ഞു പോയാൽ വരുന്ന അസുഖമാണത്. അപ്പൊ ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഇത്രയും കാര്യങ്ങൾ അല്ലെ, ഇത്രയും ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ വിറ്റാമിൻ ബി ആവശ്യമാണ്. ഇനി വിറ്റാമിൻ സിയിലേക്ക് വരുമ്പോൾ എന്താണ്? നമ്മുടെ ഉള്ളിൽ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? മോണയുണ്ട് അല്ലെ, ടീത്ത് ഗം. ഇതിന്റെയൊക്കെ ഹെൽത്ത് ഇതില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പഴുപ്പും രക്തസ്രാവം ഒക്കെ വരാനുള്ള ഭയങ്കര ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടല്ലേ ആകെ പ്രശ്നമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെൽത്ത് ഓഫ് ടീത്ത് ഗം അല്ലെ, ടീത്ത് ഗം, ബ്ലഡ് വെസൽസ് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പല്ലുകളുടെയും നമ്മളുടെ ഈ പറയുന്ന മോണയുടെയും രക്തക്കുഴലുകളുടെയും രോഗപ്രതിരോധ ശേഷി കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഇത് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, കൊറോണ ഒക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ പറയായിരുന്നു നെല്ലിക്കൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്.
എന്തുകൊണ്ടാണ്? അതിൽ കുറേ വിറ്റാമിൻ സി ഉള്ളതുകൊണ്ടാണ്. നമുക്ക് ആരോഗ്യം, നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടെ വേണം രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്തത് ഡി ആണ്. ഡി പൊതുവെ നമുക്കറിയാം എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം വേണോ അല്ലെ? ടീത്തിന്റെയും നമ്മളുടെ എന്താണ് ബോണിന്റെയും ഒക്കെ ആരോഗ്യം വേണോ? നമ്മൾ എന്ത് കഴിക്കണം? വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നതിനപ്പുറത്തേക്ക് വിറ്റാമിൻ ഡി നമുക്ക് സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത് അല്ലെ? നേരിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത് സൺലൈറ്റിൽ നിന്ന് മാത്രം കിട്ടുന്ന, സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരേ ഒരു വിറ്റാമിൻ ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് വിറ്റാമിൻ ഡി ആ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ആരോഗ്യത്തിന്. ഇനി ഈ വിറ്റാമിൻ ഇ എന്താണ്? നെർവ്സിന്റെ ഒക്കെ, നാഡികളുടെ ഒക്കെ ശരിയായ പ്രവർത്തനത്തിന് നമുക്ക് വിറ്റാമിൻ ഇ ആവശ്യമാണ് കേട്ടോ. കെയിലേക്ക് വരുമ്പോൾ എന്താണെന്നറിയോ? നമുക്ക് മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ക്ലോട്ട് ആവൂലേ? ഇല്ലെങ്കിൽ എല്ലാ ബ്ലഡും പുറത്ത് പോയി പോകും അല്ലേ? അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും ക്ലോട്ടിങ് നടക്കണം, രക്തം കട്ട പിടിക്കണം. അപ്പൊ അതിനെ സഹായിക്കുന്ന വിറ്റാമിൻ കെ ആ. വിറ്റാമിൻ കെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു മുറിവ് വന്നു, അതിലൂടെ നമ്മുടെ ബ്ലഡ് ലോസ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവന് തന്നെ ആപത്തല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കിനി ഡെഫിഷ്യൻസി ഡിസീസസും കൂടെ പഠിക്കാനുണ്ട്. അപ്പൊ ഇതുവരെ നമ്മുടെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ വേഗം പാരന്റ്സിന്റെ അടുത്തേക്ക് പോവുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന പ്ലാൻ ഏതാണോ അത് ചൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൺസൂൺ ഓഫർ ഉണ്ട്. 10% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പോഴും വൈകിട്ടില്ല, സ്കൂളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ക്ലാസ്സുകളൊക്കെ. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 6ാം ക്ലാസ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം വലിയ കണ്ടന്റ് ഒക്കെയാണ് ഉള്ളത്. സോ ആരും ഈ അവസരം പാഴാക്കരുത്. എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.